കഴിഞ്ഞ ദിവസം കാലയവനിയയ്ക്ക് പിന്നിൽ മറഞ്ഞ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിനെ കുറിച്ചാണ് അല്പം വൈകിയ ഈ അനുസ്മരണം. സലീം കുമാറിൻ്റെ അഭിനയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണം മൂലം മലയാള സിനിമയ്ക്കും പൊതുസമൂഹത്തിനും ഉണ്ടായ നഷ്ടത്തെക്കുറിച്ചും ഒന്നുമല്ല, വളരെ വളരെ വ്യക്തിപരമായ ചില ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സലീം കുമാറിനെ എനിക്ക് 1993 മുതൽക്കെങ്കിലും അറിയാം. ഞാൻ മഹാരാജാസ് കോളേജിൽ പൊളിറ്റിക്സ് എംഎക്ക് നടക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് ഈ കോളേജിൽ പോയാലും ക്ലാസ്സിൽ കയറാത്ത വിദ്യാർത്ഥികൾ അധികവും മഹാരാജാസ് കോളേജിൻ്റെ പടിഞ്ഞാറേ മുറ്റത്ത് കുറേ മരങ്ങളും അവയ്ക്കൊക്കെ തറയും ഉണ്ട്. ഈ വൃക്ഷങ്ങൾക്ക് തറ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. ആ മരത്തറകളിലാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ ഉണ്ടാകും. ക്ലാസ്സിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പേര് ഈ മരത്തിൻ്റെ ചൂട്ടിലാണ് ഇരിക്കാറ്. അവിടെ അൽ കഞ്ചു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. സൈനുദ്ദീൻ എന്നോ മറ്റോണ്ട് പുള്ളിയുടെ പേര്. ഇദ്ദേഹം കഞ്ചാവ് അടിച്ച് കിറങ്ങി ആകാശത്തേക്ക് നോക്കി ഇരിക്കുന്നത് നമുക്ക് മിക്കവാറും സമയത്ത് കാണാൻ കഴിയുമായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ കലപില കൂട്ടിക്കൊണ്ട് ആ ഭാഗത്തേക്ക് ഉണ്ടാകും. ആ പരിസര പ്രദേശത്ത് വെച്ചാണ് ഞാൻ ഈ സലീം കുമാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പല ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ അധികവും പൊളിറ്റിക്സ്, ഇസ്ലാമിക് ഹിസ്റ്ററി, അതുപോലെ ഫിലോസഫി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുന്നവരായിരുന്നു.